ഒരു പേഷ്യൻ്റ് വന്നു കേട്ടോ. ഒരു ഈ വ്യായാമം ചെയ്തിട്ട് പരിക്കേറ്റിട്ട് വന്നതാണ്. പലപ്പോഴും നമ്മൾ ഇപ്പം തന്നെ ഞാൻ ഇവിടെ തട്ടിപ്പോയി. ഈ വ്യായാമം ചെയ്യുമ്പം നമ്മൾ വ്യായാമം ചെയ്യുന്നത് എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ പരിക്കേൽക്കാതിരിക്കാനാണ്. അത് തന്നെ ചിലപ്പോൾ നമുക്ക് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എന്താ ചെയ്യുക? അപ്പോൾ വ്യായാമം ചെയ്യുമ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇതുകൊണ്ടുള്ള പരിക്ക്, അതുകൊണ്ടൊരു അപകടം ഉണ്ടാകുന്നത് തടയാൻ നമുക്ക് സാധ്യമാവും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടത്? ശരീരമാവുന്ന എൻജിൻ ചലിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം എൻജിന് ഓയിലില്ലെങ്കിൽ എന്താ അവസ്ഥ. അതുപോലെയാണ് വാമപ്പ് ഇല്ലാതെ നമ്മൾ എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാമപ്പ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശരീരത്തിൻ്റെ ഈ ചലനങ്ങൾ, ഈ ജോയിൻസിനൊക്കെ ഒരു എണ്ണ ഇട്ടിട്ട് നന്നായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് പോലെയാണ്. വാമപ്പ് ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾ എക്സസൈസ് ചെയ്യരുത്. ചിലരൊക്കെ ഒരു വെയിറ്റൊക്കെ 10-25 കിലോ വെയിറ്റൊക്കെ ഒറ്റ അടിക്കാൻ കൊണ്ട് എടുക്കും. അതിനുമ്പോൾ വാമപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ട് ഫ്രാക്ചറായിട്ടും ഇഞ്ചുറി ആയിട്ടൊക്കെ വരും. അപകടമാണ്. ഒരു വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ സ്റ്റിഫായി കിടക്കുന്ന മസിലുകളിലൊക്കെ ഒരു ഹീറ്റ് പാക്ക് വെക്കുന്നത്, ഒരു ചൂടുള്ള പാക്ക് വെക്കുന്നത് ഒരു 10 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ മസിലുകളൊക്കെ ഒന്നുകൂടിയും ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി. പക്ഷേ എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾ ചൂട് പിടിപ്പിക്കരുത് കേട്ടോ, ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ഒന്നുകൂടിയും ഫലപ്രദമാക്കാൻ പറ്റും. ഒരു കൈനസിയോളജി ടാപ്പ് എന്നൊരു ടാപ്പുണ്ട്. അത് നമ്മളെ ശരീരത്തിൽ കെട്ടിയിടുകയാണെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് അത് അങ്ങോട്ടുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ചെയ്ത വാമപ്പ് എക്സസൈസും രക്തോട്ടം വർദ്ധിപ്പിക്കും, ഇതും സഹായിക്കും. ഈ കൈനസിയോളജി ടാപ്പ് അത് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ മാത്രമല്ല കേട്ടോ, ഡ്രെയിനേജ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ റിക്കവറി എളുപ്പത്തിലാക്കുന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒറ്റയടിക്ക് നമ്മളുടെ എക്സസൈസ് ഇൻറ്റൻസിറ്റി കൂട്ടരുത്. ചിലപ്പോഴൊക്കെ നമ്മൾ വെയിറ്റ് കുറയുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആവേശത്തിൽ ഒറ്റയടിക്ക് കുറേ വെയിറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് പൊക്കും. അതിൻ്റെ ആവശ്യമില്ല. ഓരോ ആഴ്ചയിലും ഒരു 10% എന്ന തോതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയാൽ മതി. മനസ്സിലായില്ല? അല്ലാണ്ട് ഒറ്റയടിക്ക് നിങ്ങൾ ഒരുപാട് ഭാരിച്ച ഒരു വെയിറ്റൊക്കെ അങ്ങോട്ട് എടുത്ത് അവസാനം ഒരുപാട് അപകടങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം കേട്ടോ. പതിയെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. കാലുകൾക്ക് കൈകൾക്കൊക്കെ വ്യായാമം ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യാൻ വളരെ കുറച്ച് മാത്രം ചെയ്യുന്ന എക്സസൈസ് ഗ്ലൂട്ടിയൽ മസിലുകൾ. ഈ ഗ്ലൂട്ടിയൽ മസിലുകൾക്കും യഥാർത്ഥ രീതിയിലൊരു വ്യായാമം കിട്ടണം. ഇതിന് ശരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നീക്ക് എന്തെങ്കിലും ഇഞ്ചുറീസൊക്കെ കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ശക്തിപ്പെടുത്തേണ്ട നമ്മളൊരു ഭാഗമാണ് കോർ മസിൽ ഏരിയ എന്ന് പറഞ്ഞാൽ. ഈ കോർ മസിലുകൾക്ക് ശക്തി ലഭിച്ചാൽ നമ്മൾ മൊത്തം ശരീരത്തിന് അത് പവർ നൽകും. അത് മാത്രമല്ല ഒരുപാട് ഇഞ്ചുറീസ് തടയാനും അത് കാരണമാവും. അതുകൊണ്ട് കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സീറ്റ് ബെൽറ്റ് പോലെയാണ്. ഇത് ശരിക്ക് മുറുക്കി പിടിച്ച് ടൈറ്റൻ ചെയ്തിട്ട് വേണം നമ്മളുടെ ഈ ഒരു വണ്ടി നമ്മുടെ ശരീരം എന്ന വണ്ടി ഇങ്ങോട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ. എൻ്റെ എക്സസൈസൊക്കെ കഴിഞ്ഞ് പോകാൻ വരട്ടെ കേട്ടോ, പോകാനായിട്ടില്ല. ഇനി എക്സസൈസ് ചെയ്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ഇഞ്ചുറി ബാക്കി വരുന്നത് തടയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐസ് പാക്ക് എടുത്തിട്ട് അവിടെ വെച്ച് കൊടുക്കാം ഈ റിക്കവറിക്ക് വേണ്ടി. നമ്മുടെ മസിലുകളൊക്കെ ഉപയോഗിച്ച് ആകെ ഇങ്ങോട്ട് ക്ഷീണിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ നീർവീക്കം വന്നിട്ടുണ്ടാവും. അത് കുറക്കാൻ നമ്മൾ ഐസ് എടുത്ത് വെക്കുന്നതുകൊണ്ട് സാധ്യമാവും. കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകൾ നമ്മൾ ചെയ്യാം. റിക്കവറി പ്രോസസ്സ് വളരെ എളുപ്പമാക്കുന്നുള്ള. ഇതുവരെ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്കൊക്കെ ചെയ്തല്ലേ. ഇനി കുറച്ച് സ്ട്രെച്ച് എക്സസൈസ് ചെയ്തിട്ട് ഈ റിക്കവറി പ്രോസസ്സ് എളുപ്പത്തിലാക്കുക. അപ്പോൾ ഭാവിയിൽ എക്സസൈസ് ചെയ്തുകൊണ്ടുള്ള ഇഞ്ചുറീസ് കുറേ തടയാൻ പറ്റും. ഫോം റോളർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്യുപ്മെൻറ്റ് കണ്ടിട്ടില്ലേ? അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ രക്തോട്ടം വർദ്ധിപ്പിക്കാൻ, നമ്മളെ റിക്കവറി എളുപ്പത്തിലാക്കാനും സഹായിക്കുന്ന ഒരു എക്യുപ്മെൻറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ കൂൾ ഡൗൺ ഫേസ് അല്ലെങ്കിൽ ഈ വാമപ്പ് സ്ട്രെച്ചിങ് ഫേസ് എന്നാണ്. അവർ റെസ്റ്റ് ടൈം അല്ല, അത് റിപ്പയറിങ് ടൈമാണ്. ഓക്കെ, വ്യായാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ റിക്കവറി പ്രോസസ്സ് ഇഞ്ചുറി തടയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നല്ല ഉറക്കമാണ്. കാരണം ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ മസിലുകളൊക്കെ എന്താക്കും, ഈ റിപ്പയറിങ് ഒരുപാട് നടക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട്. പിന്നെ വർക്കൗട്ടിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ന്യൂട്രീഷനാണ്. നമുക്കറിയാം നമുക്കൊരുപാട് എനർജി വർക്കൗട്ട് ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് റീഗെയിൻ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് കാർബോഹൈഡ്രേറ്റുകൾ കഴിക്കേണ്ടി വരും. നമ്മുടെ മസിലുകളൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മസിലുകളൊക്കെ ബിൽഡ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ പ്രോട്ടീൻ കഴിക്കണം.
അതിനേക്കാൾ ഉപരി നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുണ്ടാക്കിയൊരു സംഭവമാണ്. ഈ വെള്ളം ധാരാളം കുടിക്കണം. പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ടിന് ശേഷം ഭക്ഷണം നമുക്ക് കിട്ടുന്നൊരു ഗിഫ്റ്റല്ല, മറിച്ച് എന്താണ്, നമുക്ക് നമ്മളെ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫ്യൂവലാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്കാണ്. നമ്മളെ ബോഡി ഒരു മൂവിയാണെങ്കിൽ, നമ്മളൊരു ബോഡി ഒരു മൂവി സ്റ്റാറാണെങ്കിൽ നമ്മുടെ വാമപ്പും കൂൾ ഡൗണും ഇതൊക്കെ നമ്മളുടെ ബോഡി ഗാർഡുകളാണ്. ഓക്കെ, അപ്പോൾ ഇതും പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വ്യായാമം കൊണ്ടൊരു അപകടം ഉണ്ടാവില്ല, മറിച്ച് അതുകൊണ്ട് നേട്ടം തന്നെ ഉണ്ടാവുള്ളൂ. ബൈ.